ഇൻസ്റ്റഗ്രാമിലെ DM സന്ദേശങ്ങൾക്കായുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ച് മെറ്റ. ആഗോളതലത്തിൽ മെയ് 9 മുതലാണ് ഈ മാറ്റം നിലവിൽ വന്നത്. സ്വകാര്യതയ്ക്ക് മുൻഗണന നൽകുന്നതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഫീച്ചർ. ഇത് എല്ലാ ആപ്പുകളിലും സ്റ്റാൻഡേർഡ് ആക്കാനുള്ള മെറ്റയുടെ നേരത്തെയുള്ള തീരുമാനത്തിന് വിരുദ്ധമാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രവർത്തനക്ഷമമാണെങ്കിൽ അയക്കുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമാണ് സന്ദേശങ്ങൾ കാണാനും വായിക്കാനും സാധിക്കുക. ഇൻസ്റ്റഗ്രാമിന് പോലും ഇവ പരിശോധിക്കാൻ കഴിയില്ലായിരുന്നു. അതേസമയം ഈ സവിശേഷത നിർത്തലാക്കിയതോടെ വേണമെങ്കിൽ സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, വോയിസ് നോട്ടുകൾ തുടങ്ങിയവ കാണാൻ ഇൻസ്റ്റഗ്രാമിന് കഴിയും. എന്നാൽ സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ തുടരുമെന്നാണ് ഇൻസ്റ്റഗ്രാം അറിയിച്ചിരിക്കുന്നത്. സന്ദേശങ്ങൾ ഒരു ഡിവൈസിൽ നിന്ന് സെർവറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ. ഇൻസ്റ്റഗ്രാമിലെ സെർവറുകളിലെ ഉള്ളടക്കം പരിശോധിക്കാൻ കഴിയുമെന്ന കാര്യത്തിലാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാം ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ആപ്പിനുള്ളിൽ തന്നെ നൽകുന്നുണ്ട്. ഈ സവിശേഷത പൂർണ്ണമായും എടുത്തു കളയുന്നതിന് മുൻപായി പ്രധാനപ്പെട്ട മീഡിയ ഫയലുകളും സന്ദേശങ്ങളും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനാണ് ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ കുറച്ച് ആളുകളാണ് ഈ സവിശേഷത ഉപയോഗിക്കുന്നത് എന്നതാണ് നിർത്തലാക്കാനുള്ള കാരണങ്ങളിലൊന്നായി മെറ്റ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രായപൂർത്തിയാകാത്തവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമെന്ന് വിവിധ സംഘടനകൾ പറയുന്നു. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിർത്തലാക്കുന്നത് ഓൺലൈനിലെ ദോഷകരമായ പ്രവർത്തനങ്ങളും ബാലപീഡനങ്ങളും തിരിച്ചറിയുന്നതിന് എളുപ്പമാക്കും എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.